ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇത് കേട്ടിട്ട് മാത്രമേ നിങ്ങൾ ഇന്നത്തെ ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കുവാനായിട്ട് പോകാവുള്ളൂ. ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഇതൊന്ന് കേട്ടിട്ട് മാത്രമേ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്നത്തെ ചോദ്യങ്ങളും കേൾക്കുവാനായിട്ട് പോകാവുള്ളൂ. എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് എന്ന് പറയുന്നത് ഒരു മത്സരമല്ല, ഇത് ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനായിട്ട്. കഴിഞ്ഞ ദിവസത്തെ ചില അനുഭവങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ചോദ്യത്തിന് ശരിയുത്തരം എഴുതുകയും അതിൻ്റെ കൂടെ ഒരു തെറ്റുത്തരം കൂടി എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയുത്തരമായിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ എന്താണോ ചോദിക്കുന്നത് അതിന് മാത്രമായിട്ട് നിങ്ങൾ ഉത്തരം അയച്ചാൽ മതി. വെറുതെ വിശദീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് ഏതെങ്കിലും ശരിയെന്ന് തോന്നുന്നത് നിങ്ങളെടുത്തു എന്നുള്ള രീതിയിലല്ല ഉത്തരം എഴുതേണ്ടത്. അതുപോലെ തന്നെ വാക്യം കോപ്പി പേസ്റ്റ് ചെയ്തും ആരും ഉത്തരം അയക്കരുത്. നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ യോനയുടെ പുസ്തകത്തിൽ നിന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പിന്നീട് പറയുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുജോലികളൊന്നും മാറ്റി വെച്ചിട്ട് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കരുത്. കാര്യം ദൈവവചനം പഠിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വൈകിട്ട് വരെ അതിന് ഉത്തരം അയക്കുവാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ വ്യാഴാഴ്ച വൈകിട്ട് വരെ നിങ്ങൾക്ക് വചനം സമയം കിട്ടുന്നത് പോലെ വചനം വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ മതിയാകും. പിന്നെ ഇതിനകത്ത് സമ്മാനമെന്ന് പറയുന്നത് അത് നിങ്ങളുടെ അധ്വാനത്തെയും നിങ്ങൾക്ക് വചനം പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനവും മാത്രമാണ്. അല്ലാതെ ഇതൊരു മത്സരമായിട്ടല്ല നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ എല്ലാവരും ഇതിനെ കാണുക. അല്ലാതെ ഇതൊരു മത്സര ബുദ്ധിയോടെ ആരും ഇതിനെ സമീപിക്കരുതെന്ന് ദൈവനാമത്തിൽ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. യോനയുടെ പ്രവചനമായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നിനവയിലെ ജനസംഖ്യ എത്രയാണ്? ഉത്തരം ഇതാണ്: 1,20,000. 4:11. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നിനവെ ഉന്മൂലമാകുമെന്നുള്ള വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് ആദ്യം ചെയ്ത 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: ഒന്നാമതായി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. രണ്ടാമതായി രാജവസ്ത്രം നീക്കിവെച്ചു. മൂന്നാമതായി ഇരട്ട് പുതച്ചു. നാലാമതായി വെണ്ണീറിലിരുന്നു. യോന 3:4, 5, 6 വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: യോനയോടുകൂടെ കപ്പലിലുണ്ടായിരുന്നവർ ഭയപ്പെടുവാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര പ്രാവശ്യം അവർ ഭയപ്പെട്ടു? പല പ്രിയപ്പെട്ടവരും ഇതിൻ്റെ ഉത്തരം വരുന്നത് 3 പ്രാവശ്യമാണ്. പല പ്രിയപ്പെട്ടവരും 3 പ്രാവശ്യം എന്ന് എഴുതിയിട്ട് അതിൻ്റെ റെഫറൻസ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല. അതിൻ്റെ ഭയപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് അതുകൂടി എഴുതിയാലേ നമുക്കതൊരു ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്: 3 പ്രാവശ്യമാണ് അവർ ഭയപ്പെട്ടതായി കാണുന്നത്. ഒന്നാമതായി കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായപ്പോൾ. 1:4, 5 വാക്യങ്ങൾ. രണ്ടാമതായി കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയന്നു. 1:9. മൂന്നാമതായി യോനയെ എടുത്ത് സമുദ്രത്തിലിട്ടപ്പോൾ സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തപ്പോൾ അവർ അത്യന്തം ഭയന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. യോന 1:15. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം യോനയോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യോന തർശീശിലേക്ക് ഓടിപ്പോയത്? അതിൻ്റെ ഉത്തരം ഇതാണ്. യോന 4:2 നാം ഇങ്ങനെ വായിക്കുന്നു: നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് യഹോവ ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന ദൈവമാണെന്ന് യോനയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തർശീശിലേക്ക് ഓടിപ്പോയത്. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: യോന ദൈവത്തോട് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഉത്തരം ഇതാണ്: ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. യോന 4:3, 4:8. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: യോനയെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഉത്തരം ഇതാണ്: 1:15 നമുക്ക് കാണുവാൻ സാധിക്കും യോനയെ സമുദ്രത്തിലേക്ക് ഇടുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തതായിട്ട്.
പിന്നെ തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ്. അതും നിങ്ങൾ എക്സ്ട്രാ എഴുതിയേക്കുന്നതാണ്. അതും ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. 7ാമത്തെ ചോദ്യം ഇതാണ്: യോനയുടെ പ്രസംഗത്തോട് ആദ്യം പ്രതികരിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്: നിനവെക്കാർ. യോന 3:5. 8ാമത്തെ ചോദ്യം ഇതായിരുന്നു: നിനവയിലെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം മൃഗങ്ങൾക്കുള്ള ഉത്തരവ് എന്തായിരുന്നു? ഉത്തരം ഇതാണ്: മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. രട്ട് പുതയ്ക്കണം. യോന 3:7, 8 വാക്യങ്ങൾ. 9ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞയാലുളവായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത്: ഒന്നാമത്തേത്, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. ആജ്ഞ എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഇതാണ്: യോന 1:17. രണ്ടാമത്തേത് ഇതാണ്: മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യോന 2:10. മൂന്നാമതായി കാണുന്നത്: യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. യോന 4:6. നാലാമതായി ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. യോന 4:7. അഞ്ചാമതായി സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. യോന 4:8. ഇതിന് പല പ്രിയപ്പെട്ടവരും വലിയൊരു പെരുങ്കാറ്റ് ഉണ്ടായി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ യഹോവ കൽപ്പിച്ചിട്ട് പെരുങ്കാറ്റ് ഉണ്ടായി എന്ന് എഴുതിയിട്ടില്ല. നമ്മുടെ ചോദ്യം യഹോവയുടെ ആജ്ഞയാൽ ഉളവായ കാര്യങ്ങളെന്നായിരുന്നു. അപ്പോൾ അത് പെരുങ്കാറ്റ് യഹോവയാൽ, നമ്മൾ വായിക്കുമ്പോൾ യഹോവയാൽ ഉളവായ കാര്യം തന്നെയാണ്. എന്നാൽ യഹോവ കൽപ്പിച്ചിട്ടല്ല പെരുങ്കാറ്റുണ്ടായത്. യഹോവ കൽപ്പിച്ചിട്ടാണ് പെരുങ്കാറ്റുണ്ടായതെങ്കിലും അവിടെ കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആ ചോദ്യം ശ്രദ്ധിച്ചവരൊക്കെ കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു വാക്യത്തിൽ കാണുന്ന 4 ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഇതാണ്: നിൻ്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിൻ്റെ നാടേത്? നീ ഏതു ജാതിക്കാരൻ? യോന 1:8. ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ചു വിജയികളായ 10 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിസി വിൻസെൻ്റ്. രണ്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റീജ ജോൺസൺ. മൂന്നാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സുമ പ്രദീപ്. നാലാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ മനു. അഞ്ചാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എലിസബത്ത് സാം. ആറാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റസലമ്മ ജയവല്ലി. ഏഴാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡോറ സ്റ്റീഫൻ. എട്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി. ഒൻപതാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബ്ലസ്സി ജോസ്. പത്താമതായി ശരി ഉത്തരം അയച്ചത് സിസ്റ്റർ വിജീഷ. ഇത്രയും പേരാണ് നമ്മുടെ യോന പ്രവചനത്തിൽ നിന്നുള്ള വിജയികൾ. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ചോദ്യങ്ങൾ മീഖ പ്രവചനത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രവാചകൻ ആഗ്രഹിച്ച ഫലം ഏതാണ്? പ്രവാചകൻ ആഗ്രഹിച്ച ഫലം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അശ്ശൂരിനെതിരെ എത്ര ഇടയന്മാരെ നിർത്തുമെന്നാണ് മീഖ പ്രവചിച്ചത്? രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: അശ്ശൂരിനെതിരെ എത്ര ഇടയന്മാരെ നിർത്തുമെന്നാണ് മീഖ പ്രവചിച്ചത്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രതിഫലം ചോദിക്കുന്നത് ആരാണ്? മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പ്രതിഫലം ചോദിക്കുന്നത് ആരാണ്? നാലാമത്തെ ചോദ്യം: ഇസ്രയേലിൽ മുഴക്കമുണ്ടാക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം: ഇസ്രയേലിൽ മുഴക്കമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഭേദമാകാത്ത പരിക്കുള്ളത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഭേദമാകാത്ത പരിക്കുള്ളത് ആർക്കാണ്? ആറാമത്തെ ചോദ്യം: കൽക്കുന്നുകളാക്കുന്നത് എന്തെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: കൽക്കുന്നുകളാക്കുന്നത് എന്തെല്ലാമാണ്? ഏഴാമത്തെ ചോദ്യം: ദൈവം ചോദിക്കുന്നത് എന്താണ്?
ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദൈവം ചോദിക്കുന്നത് എന്താണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്. കൂലി വാങ്ങി ഉപദേശിക്കുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കൂലി വാങ്ങി ഉപദേശിക്കുന്നത് ആരാണ്? ഒൻപതാമത്തെ ചോദ്യം. ഈ പുസ്തകത്തിൽ ഒരു വാക്യത്തിലെ അവസാന ഭാഗം മത്തായി സുവിശേഷത്തിൽ ഒരധ്യായത്തിലെ ഒരു വാക്യമാണ്. അത് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഈ പുസ്തകത്തിൽ ഒരു വാക്യത്തിൻ്റെ അവസാന ഭാഗം മത്തായി സുവിശേഷത്തിൽ ഒരധ്യായത്തിലെ ഒരു വാക്യമാണ്. അത് ഏതാണ്? പത്താമത്തെ ചോദ്യം അവസാന ചോദ്യമാണ്. ഒരു ട്രിക്കി ചോദ്യമാണ്. ഇതിൻ്റെ ക്ലൂ തരാം. ആദ്യത്തെ ക്ലൂ പറയാം. ശ്രേഷ്ഠനായവൻ എന്നെപ്പോലെയാണ്. രണ്ടാമത്തെ ചോദ്യം. പഞ്ചഗ്രന്ഥങ്ങളിൽ ഒരു പുസ്തകത്തിൽ എന്നിൽ ഒരത്ഭുതം നടന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലൂ. എന്നിൽ പാർത്തവൻ്റെ അനുഗ്രഹം യോസഫിൻ്റെ തലമേലുണ്ടായിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ ക്ലൂ. ശ്രേഷ്ഠനായവൻ എന്നെപ്പോലെയാണ്. രണ്ടാമത്തെ ക്ലൂ. പഞ്ചഗ്രന്ഥങ്ങളിൽ ഒരു പുസ്തകത്തിൽ എന്നിൽ ഒരത്ഭുതം നടന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലൂ. എന്നിൽ പാർത്തവൻ്റെ അനുഗ്രഹം യോസഫിൻ്റെ തലമേൽ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. വേഗത്തിൽ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് പറയുന്നില്ല. നിങ്ങൾ വചനം വായിച്ച് സാവകാശം ഉത്തരം അയക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും ദൈവം അവിടുത്തെ ചിറകടിയിൽ നമ്മെ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.